Hi everyone, welcome to Commerce World. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എം.കോം ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിന്റെ നെക്സ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്ന മൊഡ്യൂളാണ് ഇക്വിറ്റി അനാലിസിസ് എന്നുള്ളത്. സോ ഈ ഇക്വിറ്റി അനാലിസിസ് എന്നുള്ളത് ബികോമിലെ 6th സെം ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന സബ്ജക്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ അതിൽ നമ്മൾക്ക് 2 ചാപ്റ്റർ ആയിട്ടാണ് വന്നത്. ബികോമിൽ 2 ചാപ്റ്റർ ആയിട്ടാണ് വന്നത്. അതായത് വാല്യുവേഷൻ ഓഫ് ഇക്വിറ്റിയും അതേപോലെ തന്നെ സെക്യൂരിറ്റി മാർക്കറ്റ് അനാലിസിസ് എന്നുള്ള ഫോർത്ത് ചാപ്റ്ററും 5th ചാപ്റ്റർ ആയിട്ട് 2 ചാപ്റ്റർ ആയിട്ടാണ് വന്നത്. പക്ഷെ നിങ്ങൾക്ക് എം.കോമിൽ ആ 2 ചാപ്റ്ററും ഒരുമിച്ചിട്ടാണ് ഇക്വിറ്റി അനാലിസിസ് എന്നുള്ള ചാപ്റ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ആ 2 ചാപ്റ്ററിന്റെ വീഡിയോവും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. ദെൻ ഇതില്ലാതെ നിങ്ങൾക്ക് ബാക്കി പോർഷൻസ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനായിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് അതിൽ പ്രോബ്ലം വരുന്നുണ്ട്. പ്രോബ്ലം എന്ന് പറയുന്നത് ഇക്വിറ്റി അനാലിസിസ് എന്നുള്ള ഒരു പ്രോബ്ലം മാത്രമാണ് നിങ്ങൾക്ക് വരുന്നത്. ആ ഇക്വിറ്റിയുടെ വാല്യൂ കാൽക്കുലേഷൻസ് ആണ്. ഓക്കെ, സിമ്പിൾ പ്രോബ്ലം ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നിങ്ങളുടെ ഈ ചാർട്ട്സ്, അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ ഇക്വിറ്റി എന്താണ്, അതിന്റെ ഡിഫറൻസസ്, ദെൻ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് മൊത്തം നമ്മൾ വിത്ത് പ്രോബ്ലം എക്സ്പ്ലനേഷനോടെ നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ആ വീഡിയോ നോക്കി പഠിക്കുക. ബാക്കി നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ആ ബുക്കിത്തെ ഒരു ഓർഡറിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഈ ബുക്കിത്തെ ഓർഡറിലല്ല. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ട്. പക്ഷെ കൺസെപ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. ഇതിൽ ആദ്യം നമ്മുടെ ഇക്വിറ്റിയുടെ വാല്യൂ അല്ല പറയുന്നത്. ആദ്യം നമുക്ക് പറയുന്നത് ആ ഫണ്ടമെന്റൽസ് അനാലിസിസ് ഇല്ലേ, അതായത് 5th ചാപ്റ്ററിത്തെ ഒരു പോർഷൻസ് പറയുന്നുണ്ട്. അതിനുശേഷമാണ് നിങ്ങൾക്ക് ഇക്വിറ്റിയുടെ വരുന്നത്. ദെൻ എഗെയിൻ ആ ഫണ്ടമെന്റൽസ്, അതായത് ആ സെക്യൂരിറ്റി അനാലിസിസിന്റെ സെയിം കൺസെപ്റ്റ് തന്നെയാണ് പോകുന്നത്. നിങ്ങൾ ഒന്നില്ലെങ്കിൽ ആ വീഡിയോസിന്റെ ഫസ്റ്റ് ആ വാല്യുവേഷൻ നോക്കുക, 4th ചാപ്റ്റർ ആയിട്ടുള്ളത് അത് നോക്കുക. ദെൻ 5th ചാപ്റ്റർ നിങ്ങൾ നോക്കുക. ഒന്നില്ലെങ്കിൽ അങ്ങനെ നോക്കുക, ഇല്ലെങ്കിൽ 5th ചാപ്റ്റർ നോക്കിയിട്ട് 4th ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഓക്കെ. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾ അത് അങ്ങനെ നോക്കി പഠിച്ചാൽ മതി. ഓക്കെ, ദെൻ നമുക്ക് ഇതിൽ വരുന്ന നെക്സ്റ്റ് കൺസെപ്റ്റ് നമ്മൾക്ക് നോക്കാം. ഓക്കെ, അതായത് ഫണ്ടമെന്റൽസ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. സോ നിങ്ങളത് നോക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് നോക്കാം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്നതാണ് ക്രിറ്റിസിസംസ് ഓഫ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്നുള്ളതാണ്. അതിൽ അഡ്വാൻറ്റേജസ് വരെ അതിലുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് അതിന്റെ ക്രിറ്റിസിസംസ് ആണ്. ഇത് വരുന്നത് 5th ചാപ്റ്ററിലാണ്. ഓക്കെ, ക്രിറ്റിസിസംസ് ആണ് വരുന്നത്. ക്രിറ്റിസിസത്തിൽ ആദ്യം പറയുന്നതാണ് ഡിഫക്റ്റീവ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. സോ ആദ്യം ഈ ഫണ്ടമെന്റൽസ്, അതായത് ഫണ്ടമെന്റൽ ഓഫ് അനാലിസിസിന്റെയാണ് നമുക്ക് പറയുന്നത്. സോ ആദ്യം ഈ ഫണ്ടമെന്റൽ ഓഫ് അനാലിസിസ് എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. സോ ഈ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് കമ്പനിയുടെ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം എന്ന് വരുന്ന കാര്യങ്ങളുണ്ടല്ലോ നമ്മളുടെ കമ്പനിത്തെ, ആ കാര്യത്തിലാണ് നമ്മൾ ഈ സാധനം യൂസ് ചെയ്യണത്. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് വാല്യൂ അനാലിസിസ് ചെയ്യാനും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഡേറ്റന്റെ അനാലിസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഓക്കെ, ഇതാണ് ജസ്റ്റ് ഒരു പറയുകയാണെങ്കിൽ. ദെൻ ഇതിന്റെ ക്ലിയർ ആയിട്ടുള്ള കൺസെപ്റ്റ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാകാൻ വേണ്ടി. ദെൻ ഇതിന്റെ ക്രിറ്റിസിസംസ് ആണ് നമ്മൾ ഇതിൽ പറയാൻ പോണത്. സോ ആദ്യത്തെ എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് പ്രാക്ടീസസ് ആണ്. സോ ഡിഫക്റ്റീവ് പ്രാക്ടീസസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ കമ്പനീസിൽ വന്നിട്ട് കുറെ ചാർജസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇറലവന്റ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ റെലവന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അത് നമ്മൾക്ക് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസസിനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അതായത് റെലവന്റ് ആയിട്ടുള്ളത് മാത്രം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഓക്കെയാണ്. ഇറലവന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യണു എന്നാണെങ്കിൽ അത് ഡിഫക്റ്റീവ് പ്രാക്ടീസസിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് അൺസയന്റിഫിക് പ്രോസസ് എന്നുള്ളതാണ്. അൺസയന്റിഫിക് ആയിട്ടുള്ള ഓരോ പ്രോസസ്സും പ്രാക്ടിക്കൽ ആസ്പെക്ട്സിനെക്കാട്ടിലും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തിയറിറ്റിക്കൽ ആണല്ലോ. സോ തിയറിറ്റിക്കൽ ആവുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു അൺസയന്റിഫിക് പ്രോസസ് ആണ് വരുന്നത് എന്നാണ് പറയുന്നത്. ദെൻ ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ആണ്. അതായത് എക്സലന്റ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതൊരു ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ആണ്. ലൈക്ക് നമ്മളുടെ പ്രൈസ് പ്രിവെയിലിംഗ് ആയാലും ദെൻ മറ്റുള്ള കാര്യങ്ങൾ എന്തായാലും അതൊരു ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ആണ്. ദെൻ ഇൻഡസ്ട്രി ആൻഡ് കമ്പനിനെ വന്നിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് EIC അനാലിസിസ് പറയുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ഇൻഡസ്ട്രിയും കമ്പനി, അതായത് I എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയും C എന്ന് പറയുന്നത് കമ്പനി എന്നുള്ളതാണ്. ആ രണ്ടിനെയും സ്പെസിഫൈ ചെയ്തിട്ടാണ് പറയുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഇതെന്ന് പറയുന്നത് ഓരോ ഗ്രൂപ്പിനെയും അതേപോലെ തന്നെ ഓരോ കമ്പനിനെയും ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാവും. അല്ലാതെ നമുക്ക് ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ജനറൽ വ്യൂ നമുക്ക് പറയാൻ പറ്റൂല. ഓക്കെ, ദെൻ വരുന്നത് സബ്ജക്ടിവിറ്റി ആണ്. ഇതെന്ന് പറയുന്നത് ഒരു ഫെയർ വാല്യൂവിന്റെ ബേസിസിൽ വരുന്ന ഒരു അസംഷൻ ആണ്. ഓക്കെ, അല്ലാതെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള വരുന്നതല്ല, ഒരു സബ്ജക്ടിവിറ്റി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൂടിയാണ് ഈ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ അനലിസ്റ്റ് ബേസ് ആണ്. അനലിസ്റ്റ് ബേസ് എന്ന് പറയുന്ന സമയത്ത് ഇൻഫോർമേഷൻ കൊടുക്കുന്ന ഓരോ
ആൾക്കാരും ഓരോ അനലിറ്റിക്സും അവരുടെ അനാലിസിസിന്റെ ബേസിസിൽ മാത്രമേ അത് നോക്കത്തുള്ളൂ. ഓക്കെ, അവരുടെ അനാലിസിസ് എന്താണോ അവരുടെ ബേസിസിലാണ് നോക്കുന്നത്. അതേപോലെ തന്നെ അവർ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ബേസിസിലാണ് നോക്കുന്നത്. ഒരു അനലിറ്റിക്സ് ചെയ്തവർക്ക് ഇന്നൊരു അനലിറ്റിക്സിന് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് രണ്ടും ഓക്കെ ആവണമെന്നില്ല. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ പറയുന്ന ക്രിറ്റിസിസംസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ടെക്നിക്കൽ അനാലിസിസിന്റെ ക്രിറ്റിസംസ് ആണ്. ഓക്കെ, ടെക്നിക്കൽ അനാലിസിസ് എന്താന്നുള്ളത് നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് ഒന്ന് പറയാം ഞാൻ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഈ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ സ്റ്റോക്ക് പ്രൈസും അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബിഹേവിയറും അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു പാറ്റേണിനെയാണ് ഈ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ബേസിസിലാകും നമ്മളുടെ ഫ്യൂച്ചർ ഫോക്കോസ്റ്റിംഗ്, പ്രൈസിന്റെ ഫോക്കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ ബേസിസിലാകും നമ്മുടെ ഫ്യൂച്ചറിത്തെ നമ്മളുടെ ഒരു ഫോക്കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഈ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതിന്റെ ക്രിറ്റിസംസ് ആണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. ഒന്ന് വന്നിട്ട് ആദ്യം പറയുന്നത് ബയേഴ്സ് ഓഫ് അനലിറ്റിക്സ് ആണ്. അനലിസ്റ്റിന്റെ ബയേഴ്സ് എന്ന് പറയുന്ന സമയത്ത്, അതായത് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസിൽ പറയുന്ന സമയത്ത് തന്നെ അതിൽ ക്രിറ്റിസിസത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബയേഴ്സസ് ഓഫ് അനലിസ്റ്റ് എന്നുള്ളത്. സോ അതേപോലെ തന്നെ നമുക്ക് ടെക്നിക്കൽ അനാലിസിസിൽ വരുന്ന സമയത്ത് ഇതൊരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അവരുടെ പേഴ്സണൽ ബയേഴ്സ് വന്നിട്ട് ഇതിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഓപ്പൺ ടു മെനി ഇന്റർപ്രിട്ടേഷൻ, കുറെ അഡീഷൻ ആയിട്ട് വരുന്ന അനലിറ്റിക്സിന്റെ ബയാസ് വന്നിട്ട് ടെക്നിക്കൽ അനാലിസിസിൽ ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻസ് കൊണ്ടുവരികയും അതേപോലെ തന്നെ ഓരോ സ്റ്റാൻഡേർഡ്സിലോട്ട് വരുന്ന സമയത്തും അതേപോലെ തന്നെ ഓരോ ടൈമിലോട്ട് വരുന്ന സമയത്തും ഇത് നമ്മൾക്ക് ചാർട്ടിലൂടെയാണ് നമ്മളിത് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾക്കത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷനിലോട്ടാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ലേറ്റ് എക്സസൈസ് ആണ്. ദെൻ ലേറ്റ് എക്സസൈസ് എന്ന് പറയുന്ന സമയത്ത് ഈ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ ക്രിട്ടിസൈസ്ഡ് ആയിട്ടുള്ള ഒരു ലേറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലോട്ടൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യണത്. അതായത് നമുക്കൊരു പെട്ടെന്ന് തന്നെ ഒരു കാര്യം ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്നാണ് ഇതിൽ പറയുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഡൗ തിയറി എന്നുള്ള ഒരു തിയറിയുടെ ക്രിറ്റിസംസും കൂടി ഇതിൽ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ഈ ഡൗ തിയറി എന്താണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഡൗ തിയറിയും അതേപോലെ തന്നെ മറ്റുള്ള ഒരു തിയറിയും. ഓക്കെ, സോ അത് നിങ്ങൾ പഠിക്കുക. ദെൻ അബ്സെൻസ് ഓഫ് വെൽ ഡിഫൈൻഡ് ലെവലാണ്. അബ്സെൻസ് ഓഫ് വെൽ ഡിഫൈൻഡ് ലെവൽ എന്ന് പറയുന്ന സമയത്ത് കുറെ ന്യൂ ട്രെൻഡ്സ് വന്നതിന് ശേഷം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് എന്താണ് എന്നുള്ളത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സം ഇൻഡിക്കേറ്റേഴ്സിന് വന്നിട്ട് സം ലെവലിൽ അതിന്റെ ക്വാളിഫൈ എന്ന് പറയുന്നത് വേറെ വേറെ ഒപ്പീനിയനിലോട്ട് പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ലാക്ക് ഓഫ് യൂണിഫോമിറ്റി ആണ്. എല്ലാ ടെക്നിക്കൽ സിഗ്നൽസും വന്നിട്ട് എല്ലാ പാറ്റേൺ. ദെൻ നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് മാർക്കറ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ മാർക്കറ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ബിസിനസ് ഓർഗനൈസേഷനിലും ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മോസ്റ്റ് എഫിഷ്യന്റ് ഓർ മോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് മാർക്കറ്റ് എഫിഷ്യൻസി പറയുന്നത്. അതായത് ഈ മാർക്കറ്റ് എഫിഷ്യൻസിന്റെ ബേസിസിലാവും നമ്മുടെ മാർക്കറ്റ് പ്രൈസും അതേപോലെ തന്നെ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ എഫിഷ്യൻസിലൂടെയാണ് നോക്കുന്നത്. അതേപോലെ തന്നെ ഓരോ പെർട്ടിക്കുലർ സ്റ്റോക്ക് മാർക്കറ്റും അവരുടേതായിട്ടുള്ള ഒരു മാർക്കറ്റ് എഫിഷ്യൻസി ഉണ്ടാകും. ആ മാർക്കറ്റ് എഫിഷ്യൻസി ഉണ്ടായിരുന്നാൽ മാത്രമേ ഇൻവെസ്റ്റേഴ്സ് അങ്ങോട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ദ മാർക്കറ്റ് എഫിഷ്യൻസി ഈസ് ദ ലിങ്ക്ഡ് അപ്പ് അസംഷൻ അബൌട്ട് വാട്ട് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ടു ഇൻവെസ്റ്റേഴ്സ് ആൻഡ് റിഫ്ലക്ട് ഇൻ ദ പ്രൈസ്. ഓക്കെ, ആ പ്രൈസിൽ വന്നിട്ട് അതായത് മാർക്കറ്റ് പ്രൈസിൽ എത്രത്തോളം ആ ഇൻഫർമേഷനും റിഫ്ലക്ട് ചെയ്യുന്നേ എന്നുള്ളതാണ് ഈ മാർക്കറ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. മാർക്കറ്റ് എഫിഷ്യൻസി തന്നെ നമ്മൾക്ക് വീക്ക് ഉണ്ട്, സെമി സ്ട്രോങ് ഉണ്ട്, അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള എഫിഷ്യൻസി നമുക്കുണ്ട്. അതിൽ വീക്ക് ആണെങ്കിലോ വീക്ക് ഫോം ഓഫ് എഫിഷ്യൻസി ആണെങ്കിൽ കറന്റ് പ്രൈസ് വന്നിട്ട് നമ്മളുടെ ഈ ഇൻഫർമേഷനുമായിട്ട് അത്രത്തോളം ഒരു കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഇൻ ഓൾ പാസ്റ്റ് പ്രൈസസ്. ഓക്കെ, പാസ്റ്റ് പ്രൈസസ് ആയിട്ട് കറന്റ് പ്രൈസ് വന്നിട്ട് നമ്മുടെ ഇൻഫർമേഷനുമായിട്ട് പാസ്റ്റ് പ്രൈസുമായിട്ട് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാകും. ഇത് നമ്മൾ ചാർട്ടും അതേപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് പാസ്റ്റ് പ്രൈസസിന്റെ ബേസിസിലാണ് നമ്മൾ നോക്കുന്നത്. അതേപോലെ തന്നെ ഇറ്റ് വുഡ് നോട്ട് ബി യൂസ്ഫുൾ ഇൻ ഫൈൻഡിങ് അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക്. അതായത് അണ്ടർ വാല്യൂ സ്റ്റോക്ക് ആണെങ്കിൽ ഇതിനെ കൊണ്ട് വലിയ ഉപകാരമൊന്നും നമ്മൾക്കില്ല. ഓക്കെ, ഇതാണ് വീക്ക് ആണെങ്കിൽ. ദെൻ അണ്ടർ സെമി സ്ട്രോങ് ആണെങ്കിലോ, സെമി സ്ട്രോങ് ആണെങ്കിൽ കറന്റ് പ്രൈസ് വന്നിട്ട് നമ്മുടെ ഇൻഫർമേഷനുമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾക്ക് പാസ്റ്റ് പ്രൈസസിന്റെ ഡീറ്റെയിൽസ് വന്നിട്ട് പബ്ലിക്കിന് നമ്മൾക്ക് അവൈലബിൾ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അത്രത്തോളം ഇൻഫർമേഷൻസിന്റെ ഒരു അവൈലബിലിറ്റി ഇതിൽ ഉണ്ടാവില്ല. അതേപോലെ തന്നെ നോ അപ്രോച്ചസ് ദാറ്റ് വാസ് പ്രിഡിക്റ്റഡ്. അതായത് ഏതൊരു അപ്രോച്ചസ് നമ്മൾക്ക് ഇതിനെ വെച്ചിട്ട് പ്രിഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, ദെൻ നമ്മുടെ സ്ട്രോങ് ആണെങ്കിലോ, സ്ട്രോങ് ആണെങ്കിൽ കറന്റ് പ്രൈസ് നമ്മളുടെ ഇൻഫർമേഷനുമായിട്ട് പബ്ലിക്സിനും അതേപോലെ തന്നെ പ്രൈവറ്റിനും
and no investors will be able to constantly find undervalued stock. അതായത് പബ്ലിക് ആയാലും ആസ് വെൽ ആസ് പ്രൈവറ്റ് ഫേംസ് ആയാലും അവർക്ക് ഈ ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ള ഒരു അണ്ടർവാല്യൂ സ്റ്റോക്കിന്റെ ഒരു വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളതാണ് ഈ സ്ട്രോങ് ഫോം എഫിഷ്യൻസി എന്നുള്ളതിലൂടെ നമുക്ക് പറയുന്നത്. ഓക്കെ, ഇതാണ് 3 ഫോംസ്. ദെൻ ഈ മാർക്കറ്റ് എഫിഷ്യൻസി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ചില ടെക്നിക്സ് ഓർ നമ്മളവിടെ യൂസ് ചെയ്യുന്ന ഒരു ടൂൾസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഒന്ന് വന്നിട്ട് ഇവന്റ് സ്റ്റഡിയാണ്. ഇവന്റ് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റ് റിയാക്ഷനെ കുറിച്ച് എക്സാമിൻ ചെയ്യുന്ന സ്റ്റഡിനെയാണ് ഈ ഈവന്റ് സ്റ്റഡി എന്ന് പറയുന്നത്. കോൺസിക്യൂട്ടീവ് എക്സസ് റിട്ടേണിലൂടെയാണ് നമ്മുടെ ഈ സ്പെസിഫിക് ഇൻഫർമേഷൻ നമ്മൾ ഒക്യർ ചെയ്യണത്. അതേപോലെ തന്നെ ഈ ഇവന്റിന്റെ മാർക്കറ്റ് പ്രൈസ് മാർക്കറ്റിന്റെ വൈഡ് അനുസരിച്ചായിരിക്കും. ഇത് ഏകദേശം നമ്മുടെ മാക്രോ എക്കണോമി അനൗൺസ്മെന്റ്സിലൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഈവന്റ് സ്റ്റഡിന്റെ സ്റ്റെപ്സ് ആണ് നമ്മൾക്ക് പറയുന്നത്. ഈവന്റ് സ്റ്റഡിയിൽ വന്നിട്ട് ആദ്യം നമ്മുടെ ഇവന്റ് എന്താണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അതായത് ഡേയ്സിലാണോ സം ടൈംസിലാണോ അല്ലെങ്കിൽ വീക്സിലാണോ ഈ ഈവന്റ്സ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം മോസ്റ്റ് അപ്രോപ്രിയറ്റ് ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നമുക്ക് വേണം. അതിൻ്റെ ആയിട്ടുള്ള ഡേറ്റും അതേപോലെ തന്നെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു അസംഷൻസും ഈവന്റ്സിന്റെ സ്റ്റഡീസും ടൈമിങ്സും എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി വെക്കണം. സോ ആദ്യം ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ ആവണം. ദെൻ അതിനുശേഷം നമ്മളുടെ ഈ റിട്ടേൺസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്യണം. അതായത് റിട്ടേൺസ് വന്നിട്ട് അറൌണ്ട് ദ ഡേറ്റാസിലൂടെ ആയിരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്നത്. നമുക്ക് തന്നിട്ടുള്ള ആ സാമ്പിളിൽ, അതായത് പെർട്ടിക്കുലർ കമ്പനി അല്ലെങ്കിൽ പെർട്ടിക്കുലർ മാർക്കറ്റിന്റെ ആ സാമ്പിളിൽ നിന്നായിരിക്കും നമ്മളുടെ ഈ ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്യണത്. അത് വന്നിട്ട് 2 ഡിസിഷൻസിന്റെ ബേസിസിലാവാം. ഒന്ന് വന്നിട്ട് അനാലിസിസ് ദ ഡിസൈഡ് വെദർ ടു കളക്ട് വീക്ക്ലി, ഡെയിലി ഓർ ഷോർട്ട് ഇന്റർവെൽസ് റിട്ടേൺ ആൻഡ് അറൌണ്ട് ദ ഇവന്റ് എന്നുള്ളതാണ് ഒന്ന്. ഇന്നൊന്ന് വന്നിട്ട് ടു ബി ഡിസൈഡ് ബൈ ഹൗ പ്രീഷ്യസ്ലി ദ ഇവന്റ് ഡേറ്റ് ഇസ് നോൺ എന്നുള്ളതാണ്. 2 എണ്ണത്തിലൂടെയാണ് നമ്മളത് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പാണ് അഡ്ജസ്റ്റ് ഫോർ മാർക്കറ്റ് പെർഫോമൻസ് ആൻഡ് റിസ്ക്. സോ നമ്മൾ ഈ കളക്ട് ചെയ്ത റിട്ടേൺസിനെ നമ്മൾ നമ്മുടെ മാർക്കറ്റിന്റെ പെർഫോമൻസും റിസ്ക്കും അനുസരിച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, റിട്ടേൺസും അതേപോലെ തന്നെ ഈ സാമ്പിൾസ് ഇതിന്റെ എല്ലാത്തിന്റെ ബേസിസിൽ നമ്മൾ ഇതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് നമ്മുടെ ക്രോസ് സെക്ഷണൽ ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ക്രോസ് സെക്ഷണൽ ആവറേജ് നമ്മൾ ഇത് പറയുന്നത് എക്സസ് റിട്ടേൺ അല്ലെങ്കിൽ പീരിയഡ് അല്ലെങ്കിൽ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഫേംസിന്റെ സാമ്പിൾസിന്റെ ബേസിസിൽ സ്റ്റാൻഡേർഡ് എറർ ആയിട്ടാണ് നമ്മളിത് കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതിനൊരു ഫോർമുല പറയുന്നുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ദെൻ നിങ്ങൾക്ക് 5ാമത്തെ സ്റ്റെപ്പ് പറയാണ് എസ്റ്റിമേറ്റ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് വന്നിട്ട് ആവറേജ് എക്സസ് റിട്ടേണും ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ചെയ്യുന്ന സമയത്താണ് നമ്മൾക്കിത് കിട്ടുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇവന്റ് സ്റ്റഡിയിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. ദെൻ 2ാമത്തേതാണ് പോർട്ട്ഫോളിയോ സ്റ്റഡിയാണ്. സോ ഈ പോർട്ട്ഫോളിയോ സ്റ്റഡി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഉള്ള പ്രോസസ്സിങ്ങും അതേപോലെ തന്നെ അവിടുത്തെ ക്യാരക്ടർ സ്കെച്ച്, അതിന്റെ ബിഗിനിങ് ടൈം പീരീഡ്, അതെല്ലാ കാര്യങ്ങളും നമ്മൾ എക്സാമിൻ ചെയ്യുന്നതിനെയാണ് ഈ പോർട്ട്ഫോളിയോ സ്റ്റഡി എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ സ്റ്റഡി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പ്രോസസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, പ്രോസസ്സിലാണ് 3ാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ പോർട്ട്ഫോളിയോയുടെ ഒരു കൺസ്ട്രക്ഷൻ തന്നെ പറയുന്നുണ്ട്. പിന്നെ അതിന്റെ എക്സാമിനേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ പോർട്ട്ഫോളിയോയുടെ സ്റ്റഡി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ഈ പോർട്ട്ഫോളിയോ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വേണമെന്ന് വെച്ചാൽ, ഒന്ന് വന്നിട്ട് ആ വേരിയബിൾ എന്ന് പറയുന്നത് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കണം. അതായത് ഫേംസിന് കുറെ വേരിയബിൾസ് ഉണ്ടാകും, ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപെൻഡന്റ് വേരിയബിൾ എന്നുള്ള കുറെ വേരിയബിൾ ഉണ്ടാകും. അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ 2ാമത്തേതാണ് നമ്മുടെ ഈ വേരിയബിൾസിനെല്ലാം നമ്മൾ കളക്ട് ചെയ്യണം. നമ്മൾക്ക് ഇത്രത്തോളം വേരിയബിൾ, അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് എന്ന് വെക്കി. ഓക്കെ, ആ ഇൻഡിപെൻഡന്റ് വേരിയബിളും റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസും കാര്യങ്ങളെല്ലാം നമ്മൾ കളക്ട് ചെയ്യണം എന്നുള്ളതാണ്. അത് എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്ത് കളക്ട് ചെയ്യണം എന്നുള്ളത് ആ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ പേഴ്സൺസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാകും. അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ പറയും ഇത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന്. ദെൻ 3ാമത്തേതാണ് നമ്മുടെ ഈ റിട്ടേൺ നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നമ്മൾ കളക്ട് ചെയ്തതിനെ നമ്മൾ മൊത്തം ടെസ്റ്റ് ചെയ്യുക. അവിടെ ആവറേജോ മീനോ മീഡിയനോ എന്തെങ്കിലും വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ദെൻ 4ാമത്തേതാണ് നമ്മുടെ ഈ ബീറ്റ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബീറ്റ കാൽക്കുലേഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഓക്കെ, ബീറ്റ കാൽക്കുലേഷൻ ആണ് നമ്മൾ 4ാമത്തെ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ഈ എക്സസ് റിട്ടേൺ വരികയാണെങ്കിൽ പോർട്ട്ഫോളിയോ കമ്പ്യൂട്ട് ചെയ്തതിനു ശേഷം അതിനെ നമ്മൾ കൺജക്ട് ചെയ്യണം. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് എറർ വരികയാണെങ്കിൽ അതിന്റെ റിട്ടേൺസിന്റെയും കാര്യങ്ങളും നമ്മൾ നോക്കണം എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് വന്നിട്ട് എത്രത്തോളം അവൈലബിൾ ആണ് എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഫാക്ട്സിന്റെ ബേസിസിലാവണം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ. ദെൻ
അതേപോലെ തന്നെ ചില നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പാരാമെട്രിക് ടെസ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ലാസ്റ്റ് നമ്മൾ നോക്കേണ്ടതാണ് ഫൈനൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാ ടെസ്റ്റും കഴിഞ്ഞതിന് ശേഷം എല്ലാം സെറ്റ് ആയതിനു ശേഷം ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ളൊരു സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് മനസ്സിലാക്കിയതിനു ശേഷം ടെസ്റ്റ് ചെയ്യുന്നതാണ് ലാസ്റ്റ് വരുന്ന ടെസ്റ്റ്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് നമ്മുടെ മാർക്കറ്റ് എഫിഷ്യൻസി എന്നുള്ളൊരു കൺസെപ്റ്റിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നെക്സ്റ്റ് കൺസെപ്റ്റ് ആയിട്ട് റിഗ്രഷൻ എന്നുള്ളതാണ്. സോ ഈ റിഗ്രഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചതാണല്ലോ. ഇറ്റ് ഈസ് ദ മെഷർ ബിറ്റ്വീൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിറ്റർമൈനിങ് ദ ടു വേരിയബിൾസ്, അതായത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക എന്നുള്ളതിനെയാണ് ഈ റിഗ്രഷൻ പറയുന്നത്. സോ ഈ റിഗ്രഷൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഒന്ന് വന്നിട്ട് ഇതിൽ സ്റ്റെപ്സ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, 4 സ്റ്റെപ്സ് പറയുന്നുണ്ട്. ആദ്യം ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കുക. ഓക്കെ, ഡിപ്പെൻഡന്റ് വേരിയബിളിനെ വെച്ചിട്ടാവും നമ്മുടെ ഈ റിഗ്രഷൻ അനാലിസിസ് നമ്മൾ നോക്കുന്നത്. ഡിപ്പെൻഡന്റ് വേരിയബിൾ വുഡ് ബി the return on stock and the independent variable would be include the variable of the form of the strategy എന്നുള്ളതാണ് നമ്മുടെ റിഗ്രഷനിൽ പറയുന്നത്. സോ ആദ്യം ഈ ഡിപ്പെൻഡന്റ് വേരിയബിളുടെ ഐഡന്റിഫിക്കേഷൻ എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. മോസ്റ്റ് ഓഫ് ദി സ്കീംസിൽ വന്നിട്ട് ഈ വേരിയബിൾസ് നമ്മൾ മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ട് വരുന്നത്. സോ ഇതിന്റെ ബേസിസിലാകും നമ്മൾ ജഡ്ജ്മെന്റ് തന്നെ നോക്കുന്നത്. ഓക്കെ, 2 ജഡ്ജ്മെന്റ് ആയിട്ട് പറയും. ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് വെദർ വി പ്ലാൻ ടു യൂസ് ടോട്ടൽ റിട്ടേൺ ഓർ എക്സസ് റിട്ടേൺ എന്നുള്ളതാണ്. അതായത് ടോട്ടൽ റിട്ടേൺ ആണോ അല്ലെങ്കിൽ എക്സസ് റിട്ടേൺ ആണോ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ. ദെൻ ഇഫ് വി ടേക്ക് എക്സസ് റിട്ടേൺ ഇറ്റ് വുഡ് ബി അഡ്ജസ്റ്റഡ് ഫോർ ദ റിസ്ക് മാർക്കറ്റ് പെർഫോമൻസ്. റിസ്ക് മാർക്കറ്റ് പെർഫോമൻസുമായിട്ട് നമ്മളുടെ ഈ എക്സസ് റിട്ടേൺ ആണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് അതിനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ദെൻ രണ്ടാമത്തത് ഈ ഡിസിഷൻസ് എന്ന് പറയുന്നത് ഹാവ് ടു ബി ഇസ് ഓൺ ദ റിട്ടേൺ ഇന്റർവെൽ ദാറ്റ് വിൽ ബി യൂസിങ് സച്ച് ആസ് മന്ത്ലി, ക്വാർട്ടർലി, ആനുവലി ഓർ 5 years. അതായത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എന്ന് പറയുന്നത് ഇന്റർവെൽ ബേസിസിലാണ് എന്നാണെങ്കിൽ ആ ഇന്റർവെൽ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ മന്ത്ലി ആവും, അല്ലെങ്കിൽ ക്വാർട്ടർലി ആവും, അല്ലെങ്കിൽ ആനുവലി ആകും, അല്ലെങ്കിൽ 5 years ബേസിസിലാകും. ഓക്കെ, ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഡിസിഷൻസ് ഓൺ ദ മെഷർമെന്റ് ഓഫ് വേരിയബിൾ. ഓക്കെ, ദെൻ നമ്മൾ ഈ വേരിയബിൾസിന്റെ മെഷർമെന്റ് ആണ് ഇതെന്ന് പറയുന്നത് മസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ ഗ്രോത്തും അതേപോലെ തന്നെ ഏർണിംഗ്, അതേപോലെ തന്നെ അതിന്റെ പാസ്റ്റ് എക്സ്പെക്ടഡ് ഫ്യൂച്ചർ ഗ്രോത്ത് എന്നുള്ള. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ചെക്ക് ഫോർ ദ നേച്ചർ ഓഫ് ദ റിലേഷൻഷിപ്പ്. അതായത് ഈ വേരിയബിൾസ് തമ്മിലുള്ള ലീനിയർ ആസ് വെൽ as നോൺ ലീനിയർ റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ദെൻ നാലാമത്തെ സ്റ്റെപ്പാണ് റൺ ദ റിഗ്രഷൻ. അതായത് ഈ റിഗ്രഷന് വേണ്ടിയിട്ട് റിഗ്രഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ ക്രോസ് സെക്ഷണൽ റിഗ്രഷൻ എന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫോർ എ മാർക്കറ്റ് അക്രോസ് നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇതിനെയാണ് നമ്മളുടെ ടൈം സീരീസ് റിഗ്രഷൻ എന്ന് കൂടി നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ എല്ലാ കോഎഫിഷ്യൻസിനും നമ്മൾ റൈറ്റ് സൈൻസും കൊടുക്കണം. അതേപോലെ തന്നെ ഡിഫറൻസ് ഫ്രം സീറോ, ഇത് സീറോവുമായിട്ട് ഒരു ഡിഫറെന്റ് വേരിയബിൾ ആയിട്ട് നമ്മൾ ഇതിൽ കാണുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അവിടെ നോക്കണം. അതാണ് റിഗ്രഷനിൽ പറയുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.